الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الإخوان والأخوات أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ, സർവശക്തനായ പടച്ച റബ്ബിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. കുടുംബമെന്ന സ്ഥാപനം അത് ഏറെ മഹത്തരമായതാണെന്നും അതിൻ്റെ സ്ഥാപകൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണെന്നും ആധുനിക ലോകത്തെ ഒരുപാട് ചിന്താഗതികളും പ്രസ്ഥാനങ്ങളുമെല്ലാം ആ കുടുംബ സംവിധാനത്തെ തകർക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ കുടുംബം എന്ന ആ വൻമരത്തിന്റെ ചുവട്ടിൽ ജീവിക്കുവാനുള്ള അവസ്ഥയെ തകർക്കാൻ ഒരിക്കലും നാം അനുവദിച്ചുകൂടെന്നുമൊക്കെയായിരുന്നു കഴിഞ്ഞ ഖുതുബയിൽ നാം വിശദീകരിച്ചിരുന്നത്. ഒരാൾ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് തൻ്റെ വൈവാഹിക ജീവിതത്തിലൂടെയാണ്. ദാമ്പത്യ ജീവിതം തുടങ്ങുന്നതിലൂടെയാണ് ഒരാൾ കുടുംബ ജീവിതം ആരംഭിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളിൽ ഒരു വേള അചേതന വസ്തുക്കളെ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇണകളായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഖുർആനിന്റെ വിവിധ ആയത്തുകളിൽ നമുക്കത് കാണാവുന്നതാണ്. ഞാൻ ഓതിവെച്ച ആയത്തിൽ അല്ലാഹു പറയുന്നത് സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിത്തുൽ അർദ്, ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സകല കാര്യങ്ങളിലും അതിനെയെല്ലാം അല്ലാഹു ഇണകളായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതുപോലെ നിങ്ങളെയും മനുഷ്യരെയും അല്ലാഹു ഇണകളായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാത്ത വസ്തുക്കളിലെയും ഈ പറഞ്ഞ രൂപത്തിൽ ഇണയോട് കൂടിയിട്ടാണ് ജീവിക്കുന്നത്. പരസ്പരം ദാമ്പത്യ ജീവിതം, കുടുംബ ജീവിതം നയിക്കുക എന്നുള്ളത് അത് വംശവർദ്ധനവ് നടക്കുന്നതിനും സാമൂഹ്യമായ നിലനിൽപ്പ് സാധ്യമാകുന്നതിനും അതുപോലെ തന്നെ തൻ്റെ വൈകാരികമായ ശമനത്തിനുമെല്ലാം ഉപകരിക്കുന്നതാണ് എന്ന് നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം
വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും അതിന്റെ വിരുദ്ധമായ ബ്രഹ്മചര്യത്തെ നിരുത്സാഹപ്പെടുത്തുക മാത്രമല്ല നിരോധിക്കുകയും ചെയ്തിട്ടുള്ളത്. പ്രവാചകന്റെ ഒരു തിരുവചനം, യാ മഅ്ശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅ ഫല്യതസവ്വജ്, ഹേ യുവസമൂഹമേ, നിങ്ങളിൽ നിന്ന് സാധ്യമാകുന്ന ആളുകളൊക്കെയും വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കേണ്ടതാണ്. കാരണം അത് നിങ്ങളുടെ ജനനേന്ദ്രിയങ്ങളെ സംരക്ഷിക്കുവാനും നിങ്ങളുടെ നേത്രങ്ങളെ സൂക്ഷിക്കുവാനും ഉപകരിക്കും എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ഞാൻ ആ ഭാഗം കൂടുതലായി വിശദീകരിക്കുന്നില്ല. ഒരാൾ വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിലൂടെ ഉണ്ടായിത്തീരേണ്ടത് തൻ്റെ ജീവിതാന്ത്യം വരെ ആ ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ്. ആ യുവത്വത്തിന്റെ കാലഘട്ടത്തിൽ മാത്രമല്ല, വാർദ്ധക്യത്തിന്റെ അവശതയിലും ദാമ്പത്യം നുകരുവാനും അതിന്റെ മധുരം ആസ്വദിക്കുവാനും ദമ്പതികളായ ആളുകൾക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കുന്നതാണ്. ഡോക്ടർ VP ഗംഗാധരൻ എന്ന് പറയുന്ന ഒരുപാട് ആയിരക്കണക്കിന് ക്യാൻസർ രോഗികളെ ചികിത്സിച്ചിട്ടുള്ള അദ്ദേഹം ജീവിതമെന്ന അത്ഭുതം എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം ഒരു സംഭവം പറയുന്നുണ്ട്. ഒരാൾ വിവാഹിതനായി, ആ വിവാഹം കഴിഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അയാൾ വിദേശത്തേക്ക് പോയി. ഒരാഴ്ച മാത്രമേ ദാമ്പത്യ ജീവിതം അയാൾ നുകർന്നിട്ടുള്ളൂ. അതിനുശേഷം ഗൾഫ് നാട്ടിലേക്ക് പോയതാണ്. അങ്ങനെ ആഴ്ചകളും മാസങ്ങളും കഴിഞ്ഞു പോയപ്പോ ഏതോ ഒരു ടെസ്റ്റിൽ തന്റെ ഭാര്യ രോഗബാധിതയാണ് എന്ന് മനസ്സിലായി. ആ രോഗം അല്പം മൂർജിച്ച രോഗവുമാണ്. RCCയിൽ കൊണ്ടുപോയി ചികിത്സിക്കണം, ആ രൂപത്തിലുള്ള രോഗമാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളും സുഹൃത്തുക്കളുമെല്ലാം അദ്ദേഹത്തോട് ഉപദേശിച്ചു, നീ കല്യാണം കഴിഞ്ഞിട്ടല്ലേയുള്ളൂ, ഒരാഴ്ചയായിട്ടല്ലേയുള്ളൂ, അതങ്ങ് ഒഴിവാക്കിക്കൂടെ? ഇനി നിനക്ക് അവളുടെ ആ രോഗത്തിൽ നിന്ന് ഒരു മോചനം ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം അങ്ങനെയുള്ള ഒരു ക്യാൻസർ രോഗമാണല്ലോ ബാധിച്ചിട്ടുള്ളത്. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സ് അതിനെ അനുവദിച്ചില്ല. അയാൾ ഗൾഫിൽ നിന്ന് തന്റെ ഡോക്ടറെ ഫോണിലൂടെ വിളിച്ചു. എന്നിട്ട് രോഗവിവരങ്ങൾ അന്വേഷിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഡോക്ടർ നേരിട്ട് പറയുന്ന വിശദീകരണമാണ്, ഡോക്ടറെ എത്ര കാശ് വേണമെങ്കിലും ഞാൻ അയച്ചു തരാം, എൻ്റെ ഭാര്യയെ എനിക്ക് വേണം. അങ്ങനെ അദ്ദേഹം ആ ചികിത്സക്ക് ആവശ്യമായ കാശ് മുഴുവനും അദ്ദേഹം ആ ഗൾഫ് നാട്ടിൽ നിന്ന് അദ്ദേഹം അയച്ചു കൊടുത്തുകൊണ്ടിരുന്നു. ഓരോ വർഷങ്ങൾ കഴിയുമ്പോൾ അദ്ദേഹം നാട്ടിൽ വരും. അപ്പോഴും ഒരു ദാമ്പത്യ ജീവിതം ആസ്വദിക്കാൻ പോലും അദ്ദേഹത്തിന് കഴിയാത്ത വിധത്തിൽ രോഗബാധിതയാണ്. എന്നിരുന്നാലും സ്നേഹം പരസ്പരം പങ്കുവെച്ചുകൊണ്ട് അവർ ജീവിച്ചു വർഷങ്ങളോളം. അങ്ങനെ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ പിന്നീട് ആ സ്ത്രീ രോഗത്തിൽ നിന്ന് മോചിതയാവുകയും ഇന്നും ആ സ്ത്രീ ഒരു സ്കൂൾ അധ്യാപികയായിക്കൊണ്ട് ജീവിക്കുകയും ചെയ്യുന്നു എന്ന് അദ്ദേഹം ആ പുസ്തകത്തിൽ പറയുകയാണ്. ഇപ്പൊ നോക്കൂ നിങ്ങൾ, മാനസികമായി വളരെ അടുപ്പത്തോടുകൂടി വൈക്കം മുഹമ്മദ് ബഷീർ തന്റെ ഒരു പുസ്തകത്തിൽ പറഞ്ഞതുപോലെ ഒന്നും ചേർന്നാൽ എത്രയാണ്? നാം സാധാരണ 2 എന്നാണ് പറയാറുള്ളത്. എന്നാൽ ബഷീറിന്റെ കഥാപാത്രം പറഞ്ഞത് ഇമ്മിണി വലിയ 1 എന്നായിരുന്നു. ഇമ്മിണി വലിയ 1 എന്നായിരുന്നു. ബഷീർ എന്ന ആ ദാർശനികൻ അതിന് വലിയ അർത്ഥമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. 2 പുഴകൾ ഒന്നിച്ചു ചേർന്ന് ഒന്നായിട്ടൊഴുകുമ്പോ അത് പിന്നീട് ഒരു വലിയ പുഴയായിക്കൊണ്ടാണ് മുന്നോട്ട് പോകാറുള്ളത്. അതുപോലെ 2 വ്യക്തികൾ ഒന്നായി ചേരുന്ന ഈ വൈവാഹിക ജീവിതത്തിന്റെ തുടക്കത്തെ ഈ പറഞ്ഞ രൂപത്തിൽ ഒന്നായി തീരുന്ന അവസ്ഥയാണ്. തനാക്കിഹത്തുൽ അസ്റ്റാർ എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. തനാക്കിഹത്തുൽ അസ്റ്റാർ എന്ന് പറഞ്ഞാൽ വനം പ്രദേശത്ത് കൂടി നമ്മൾ പോകുമ്പോൾ, ഫോറസ്റ്റ് ഏരിയയിലൂടെ നമ്മൾ പോകുമ്പോൾ വിവിധ മരങ്ങളുടെ ചില്ലകൾ കൂടിപ്പണഞ്ഞുകൊണ്ട് അത് ഒന്നായി പടർന്ന് പന്തലിച്ചിട്ടുണ്ടാകും. ഏത് മരത്തിന്റെ കൊമ്പാണ്, ഏത് മരത്തിന്റെ ചില്ലകളാണ് അത് എന്ന് വേർതിരിച്ചു മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിൽ ആ മരത്തിന്റെ ചില്ലകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി പിണഞ്ഞിട്ടുണ്ടാകും.
ഇതുപോലെയുള്ള ഒരു അവസ്ഥ, പദപ്രയോഗം നമ്മൾ നിക്കാഹ് എന്നാണല്ലോ വിവാഹത്തിന് പറയാറുള്ളത്. അതാണ് തനാഖിയത്തുൽ അസ്റ്റാർ. രണ്ട് വ്യക്തികൾ പരസ്പരം ഒന്നായി ഏതാണെന്ന് വേർതിരിച്ചു മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിൽ ഒന്നാവുക. അതാണ് ദാമ്പത്യം. എതിർ ലിംഗങ്ങളിൽപ്പെട്ട രണ്ടാളുകൾ രണ്ട് ശരീരത്തോട്, അഥവാ ഞാനും എൻ്റെ ഭാര്യയും നിങ്ങളും നിങ്ങളുടെ ഭാര്യയും നമ്മുടെ ഭാര്യയും ഭർത്താവും അവർ രണ്ട് ശരീരങ്ങളോട് കൂടി ജീവിക്കുന്നവരാണ് എങ്കിലും ഈ തനാഖഹത്തുൽ അസ്റ്റാർ എന്ന് പറയുന്നത് പോലെ ഒന്നായി ലയിച്ചു ചേരുക. അതുപോലെ തന്നെ ആ പദം പ്രയോഗിക്കുന്നതിന് ഭാഷാ പണ്ഡിതൻ പറയുന്ന മറ്റൊരു ആശയമുണ്ട്. അഥവാ രണ്ട് ലോഹങ്ങളെ ഉരുക്കി ചേർത്ത് ഒന്നാക്കുക. ദാമ്പത്യം എന്ന് പറയുന്ന, വിവാഹം എന്ന് പറയുന്ന, കുടുംബമായി ഭാര്യയും ഭർത്താവും എന്ന ആ ഒരു അവസ്ഥയിലേക്ക് നീങ്ങുമ്പോൾ രണ്ട് ലോഹങ്ങളെ ഉരുക്കി ചേർത്ത് ഒന്നാക്കുക. ഒന്നാക്കിയാൽ പിന്നെ ഏത് ലോഹമാണ് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയില്ല. ഇങ്ങനെ ഒന്നാവുന്നതിനാണ് വിവാഹം എന്ന് പറയുന്നത്, വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുന്നത്. നമ്മുടെ ഒരു റൂമിൽ രണ്ട് മെഴുകുതിരികൾ കത്തിച്ചു വെച്ചിട്ടുണ്ട് എങ്കിൽ ആ രണ്ട് മെഴുകുതിരികളിൽ ഏത് മെഴുകുതിരിയുടെ പ്രകാശമാണ് ഇവിടെ വ്യാപിക്കുന്നത്, അല്ലെങ്കിൽ ആ മെഴുകുതിരിയുടെ ഓരോന്നിന്റെയും പ്രകാശം ഏതാണ് എന്ന് വേർതിരിച്ചു മനസ്സിലാക്കാൻ കഴിയാത്തതുപോലെ ഇന്നാലിന്ന മെഴുകുതിരിയുടെ വെളിച്ചമാണ് ഇത് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടുന്ന കാര്യം, ഈ ലോകത്ത് നമുക്ക് അനുഭൂതി പകരുന്ന, അതുപോലെ തന്നെ നമുക്ക് മധുരം നൽകുന്ന, നമുക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട്, ഒരുപാട് മേഖലകളുണ്ട്, ഒരുപാട് അവസ്ഥകളുണ്ട്. അതൊരു പക്ഷേ നമ്മുടെ കൂട്ടുകാരാകാം, നമ്മുടെ മക്കളാകാം, നമ്മുടെ ജോലി സ്ഥലങ്ങളാകാം, അതുപോലെ നാം ജോലി ചെയ്യുന്ന മറ്റിടങ്ങളാകാം, ഒക്കെയാകാം. എന്നാൽ ഒരു വ്യക്തിക്ക്, ഒരു മുസ്ലിം എന്ന, വിശ്വാസി എന്ന, വിശ്വാസിനി എന്ന ഒരു മുസ്ലിമായ ഒരാൾക്ക് ഏറ്റവും കൂടുതൽ മധുരം അനുഭവപ്പെടുന്നത് അവന്റെ വൈവാഹിക ജീവിതത്തിലാണ്. ആവണം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്, ഏറ്റവും കൂടുതൽ ആനന്ദിക്കുന്നത് ദാമ്പത്യ ജീവിതത്തിലാവണം. എന്നാൽ നാം അറിയേണ്ടത്, പലപ്പോഴും നമുക്കൊരു പ്രയോഗമുണ്ട്, പെണ്ണ് കെട്ടിയാൽ കണ്ണ് കെട്ടി എന്ന് സാധാരണ പറയാറുണ്ട്. അത് വെറുതെ പറയാം. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നോ, ഒരു വലിയ സമുദ്രം പോലെയാണ് വിവാഹം എന്ന് സങ്കല്പിക്കുക. ഒരു വലിയ സമുദ്രം പോലെയാണ് വിവാഹം. അത് നമ്മൾ സമുദ്രത്തെ നേരെ നോക്കിക്കാണുന്ന സമയത്ത് അതിൽ തിരമാലകൾ, മലകൾ പോലെയുള്ള തിരമാലകൾ അതിലുണ്ട്. കാറ്റും കോളും വരുമ്പോ അതിൽ ഒരുപാട്, അതിന്റെ മുകൾ പരപ്പിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. എന്നാൽ അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോ ഏറ്റവും വിലപിടിപ്പുള്ള മുത്തുകളും വൈരങ്ങളുമാണ് അവിടെയുള്ളത്. ആ സമുദ്രത്തെ പോലെയാണ് വിവാഹം എന്നത്, വൈവാഹിക ജീവിതം എന്നത്, ഭാര്യാഭർത്തൃ ബന്ധം എന്നുള്ളത്. അതിന്റെ സ്വാഭാവികമായ ജീവിതത്തിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പം വാക്കുകൾ കൊണ്ട് ഒരു പക്ഷേ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായി എന്ന് വന്നേക്കും, മുകളിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങളെ കൊണ്ട് പ്രയാസങ്ങൾ ഉണ്ടായി എന്ന് വന്നേക്കും. എന്നാലും മനസ്സിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടുള്ള ആ ആശയം ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ എപ്പോഴും മുത്തുകളും പവിഴങ്ങളും സമുദ്രത്തിൽ നിന്ന് വാരിയെടുക്കുന്നത് പോലെ ദാമ്പത്യ ജീവിതത്തിൽ നിന്ന് ഈ പറഞ്ഞ ഏറ്റവും നല്ല അവസ്ഥകൾ, സന്തോഷങ്ങൾ നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കും. ഭാര്യാഭർത്താക്കന്മാർ അവർ പരസ്പരം ഇഷ്ടപ്പെടുന്നവരാണ്, അതുപോലെ സ്നേഹിക്കുന്നവരാണ്. നമ്മൾ സ്നേഹിക്കുകയാണ് വേണ്ടത്. ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ആ ഇഷ്ടം അത് പ്രകടമാകുന്നില്ല. അതിനെപ്പറ്റി ആളുകൾ പറയുന്നത്, ഇഷ്ടം എന്ന് പറയുന്നത് അത് പലപ്പോഴും തലച്ചോറിന്റെ ഒരു ഉൽപ്പന്നമാണ് എന്നാണ്. ഇഷ്ടം എന്ന് പറയുന്നത് തലച്ചോറിന്റെ ഉൽപ്പന്നമാണ്. സ്നേഹം എന്ന് പറയുന്നത് അത് ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ് സ്നേഹം എന്നത്. തലച്ചോറിന്റെ ഉൽപ്പന്നമാണ് ഇഷ്ടം. അതുകൊണ്ട് ദമ്പതിമാർ, ഭാര്യാഭർത്താക്കന്മാർ അവർ പരസ്പരം ഇഷ്ടപ്പെട്ടാൽ പോരാ, അവർ പരസ്പരം സ്നേഹിക്കേണ്ടവരാണ്. അപ്പോ ഉള്ളറിഞ്ഞ് സ്നേഹിക്കുവാൻ കഴിയും. ആ ദാമ്പത്യത്തിന്റെ മാഹാത്മ്യത്തെ സംബന്ധിച്ചും അതിന്റെ പോരിശകളെ സംബന്ധിച്ചും ഒക്കെ മനസ്സിലാക്കുമ്പോൾ ഉള്ളറിഞ്ഞുകൊണ്ട് അവർക്ക് ആ രംഗത്തേക്ക് കടന്നു വരുവാൻ സാധിക്കും. നമുക്കറിയാം,
അലി റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുന്നാര മകൾ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയാണ്. അന്ന് സഹാബികളിൽ ഏറ്റവും സമ്പന്നനായ ആളെ തന്റെ മകൾക്ക് വേണ്ടി തെരഞ്ഞെടുക്കണമെങ്കിൽ പ്രവാചകന് തെരഞ്ഞെടുക്കാമായിരുന്നു. ഫാത്തിമ ബീവിന്റെ കല്യാണ ആലോചനയൊക്കെ ഒരുപാട് ചരിത്രങ്ങൾ പറയുന്നുണ്ട്. ആ ഒരു ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുമ്പോ ആരോ ഒരാൾ നബിയുടെ കൂടെ നബിയുടെ ഒപ്പം ചേർന്നുകൊണ്ട് ജീവിക്കുന്ന ആളാണ് അലി റളിയല്ലാഹു അൻഹു. അങ്ങനെ ആരോ ഒരാൾ പറഞ്ഞു, എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെയുള്ള അലി റളിയല്ലാഹു അൻഹുവിനെ തന്നെ കല്യാണം കഴിച്ചു കൊടുത്താൽ പോരെ, അദ്ദേഹത്തിന് ഇഷ്ടവുമാണ് എന്ന് പറഞ്ഞപ്പോ നബി ഏറെ സന്തോഷിച്ചു എന്നാണ്. നബി ഏറെ സന്തോഷിച്ചു. അദ്ദേഹം വളരെ പാവപ്പെട്ടവനാണ്, ഒന്നും അദ്ദേഹത്തിന്റെ അടുക്കലില്ല. എന്നിട്ടും തന്റെ മകളെ കല്യാണം കഴിച്ചു കൊടുത്തത് അലി റളിയല്ലാഹു അൻഹുവിന്. ഇതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. കൈക്ക് തഴമ്പ് പിടിച്ചിട്ട് മകള് വീട്ടിൽ വന്ന രംഗങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു ചരിത്രങ്ങളിൽ ഒരു ചരിത്രമാണ് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഒരു വിലപിടിപ്പുള്ള മുന്തിയ ഇനം ഈത്തപ്പഴം തിന്നാൻ കൊതിയായി എന്നാണ്. ആ സമയത്ത് സ്ത്രീകൾക്ക് പല ആഗ്രഹങ്ങളും ഉണ്ടാകും, നമ്മളത് സാധിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെയുള്ള അവസ്ഥയിൽ ഈ ആഗ്രഹം ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കുന്നിടയിൽ എപ്പോഴോ ഒന്ന് പുറത്ത് പറഞ്ഞുപോയി. അലി റളിയല്ലാഹു അൻഹു ആ ഈത്തപ്പഴം അന്വേഷിച്ചു മാർക്കറ്റിൽ പോയി. മാർക്കറ്റിൽ പോയപ്പോ അത് വാങ്ങാനുള്ള കാശ് അദ്ദേഹത്തിന്റെ അടുക്കലില്ല. എന്നിട്ട് അവസാനം വില ചോദിച്ച് തന്റെ ബൽക്ക് അഴിച്ചു കൊടുത്തു എന്നാണ്. എന്നിട്ട് ഇതിന് കിട്ടുന്ന ഈത്തപ്പഴം തരൂ, അത് വാങ്ങി തിരിച്ചു നടക്കുകയാണ് വീട്ടിലേക്ക്. അത് തിരിച്ചു നടക്കുന്ന സമയത്ത് പിന്നിൽ നിന്ന് അലി എന്ന് പറയുന്ന ഒരു വിളി കേട്ടു എന്നാണ്. നോക്കുമ്പോ ഒരു ഫക്കീറായ ഒരു പാവപ്പെട്ടവനായ മനുഷ്യൻ. അദ്ദേഹം പറഞ്ഞു, ഞാൻ 2 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങളുടെ അടുക്കൽ വല്ലതുമുണ്ടോ? അലി റളിയല്ലാഹു അൻഹു രണ്ടാമതൊന്നും ആഗ്രഹിച്ചില്ല, രണ്ടാമതൊന്ന് അന്വേഷിച്ചില്ല. തന്റെ കയ്യിലുണ്ടായിരുന്ന ഈത്തപ്പഴം അദ്ദേഹത്തിന് നൽകിക്കൊണ്ട് അദ്ദേഹം തിരിച്ചു പോരുകയാണ് വീട്ടിലേക്ക്. ഈത്തപ്പഴം വാങ്ങാൻ പോയി തിരിച്ചു വരുന്ന വെറും കയ്യോടെ തിരിച്ചു വരുന്ന ഈ ഭർത്താവിനെ കണ്ടപ്പോ ഫാത്തിമ ബീവിക്ക് വിഷമുണ്ടായില്ല. ഉണ്ടായ സംഭവം മുഴുവനും പറഞ്ഞു കൊടുത്തപ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ ഭർത്താവിനോട് പറഞ്ഞു, ഞാൻ ആ ഈത്തപ്പഴം കഴിച്ചതിനേക്കാൾ എനിക്ക് മധുരം ഇപ്പോഴാണ്. ആ ഈത്തപ്പഴം കഴിച്ചതിനേക്കാൾ മധുരം ഇപ്പോഴാണ്. കാരണം ഇവിടെ മനസ്സ് ഒന്നാവുകയായിരുന്നു. ആ മനസ്സ് ഒന്നായാൽ അവർക്ക് പിന്നെ പിരിയാൻ കഴിയില്ല. ഒന്നിച്ച് തന്നെ ഒരേ ആശയത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. അത് വിശ്വാസികളായ ആളുകൾക്ക് മാത്രം, അവർക്കിടയിൽ മാത്രമല്ല. ഓമൻട്രി എന്ന് പറയുന്ന ഒരു ചരിത്രകാരൻ അദ്ദേഹത്തിന്റെ സാഹിത്യത്തിൽ ഒരു കഥ പറയുന്നുണ്ട്. ആ പാവപ്പെട്ടവരായ 2 ദമ്പതികൾ, അവർക്കിടയിൽ അവരുടെ വിവാഹ സുദിനത്തിന്റെ ദിവസം വന്നപ്പോ എന്തെങ്കിലും ഒരു സമ്മാനം നൽകണം എന്നവർ ആഗ്രഹിക്കുകയാണ്. എന്ത് സമ്മാനം നൽകാൻ? വിലപിടിപ്പുള്ളതൊന്നും നൽകാൻ അവരുടെ പക്കലില്ല, കഴിയില്ല, സമ്പത്തില്ല. ഏതായിരുന്നാലും ആ സ്ത്രീയുടെ ഒരു സ്വർണ്ണ നിറത്തിലുള്ള തലമുടിയായിരുന്നു. അത് മാർക്കറ്റിൽ വിലയുണ്ട്. അത് മുറിച്ച് വിറ്റാൽ, അത് മോതിരമൊക്കെ മെടയാൻ വേണ്ടി അത് മുറിച്ച് വിറ്റാൽ കാശ് കിട്ടും. എനിക്ക് ആ സ്വർണ്ണ നിറത്തിലുള്ള തലമുടി മുറിച്ച് വിറ്റിട്ട് തന്റെ ഭർത്താവിന്റെ സ്ട്രാപ്പ് പൊട്ടിയ ഒരു വാച്ച് ഉണ്ട്, അത് ഉപയോഗിക്കാറില്ല, സ്ട്രാപ്പില്ല, സ്ട്രാപ്പ് വാങ്ങാൻ അദ്ദേഹത്തിന് കാശുമില്ല, അതുകൊണ്ട് സ്ട്രാപ്പ് വാങ്ങിക്കൊടുക്കുക, എന്നാൽ അദ്ദേഹത്തിന് ആ വാച്ച് കെട്ടി നടക്കാമല്ലോ. ഇതുപോലെ തന്നെ ഭർത്താവും ആഗ്രഹിക്കുന്നുണ്ട്, എന്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും ഒരു സമ്മാനം നൽകണം ആ സുദിനത്തിൽ എന്ന്. അദ്ദേഹം ആലോചിച്ചു, എന്താ ഞാൻ നൽകുക? ഏതായാലും ഞാൻ ഉപയോഗിക്കാത്ത ഒരു വാച്ച് ഉണ്ടല്ലോ ഇവിടെ, സ്ട്രാപ്പില്ലാഞ്ഞിട്ട്, അത് കൊടുത്തിട്ട് എന്റെ ഭാര്യയുടെ സുന്ദരമായ മുടിയിൽ അണിയാൻ വേണ്ടിയിട്ട് റിബൺ വാങ്ങാം. അയാൾ വാച്ച് വിറ്റ് റിബൺ വാങ്ങിയാണ്. വിവാഹ സുദിനത്തിന്റെ ദിവസത്തിൽ അവർ പരസ്പരം ആ സമ്മാനങ്ങൾ കൈമാറാൻ വേണ്ടി നോക്കിയപ്പോഴാണ് ആ റിബൺ അണിയാനുള്ള മുടിയില്ല, അതുപോലെ തന്നെ സ്ട്രാപ്പ് അണിയാനുള്ള വാച്ചുമില്ല. പരസ്പരമുള്ള സ്നേഹത്താൽ അവർ അത് വാങ്ങിവെച്ചത്. ആ സ്നേഹത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിയ ആ സ്നേഹത്തിന്റെ അവസ്ഥയിൽ അവർ പരസ്പരം ആലിംഗനം ചെയ്തു എന്നാണ്. സ്നേഹം ഉള്ളിലേക്ക് ഇറങ്ങാനുള്ളതാണ്. പരസ്പരം സ്നേഹിക്കുവാനും ആദരിക്കുവാനും ബഹുമാനിക്കാനും കഴിയുന്ന ഒരു അവസ്ഥ
ദാമ്പത്യ ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ എപ്പോഴും അത് വിജയത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കും. പ്രായാധിക്യത്തിന്റെ ഏതവസ്ഥയിൽ വന്നാലും ഒന്നിച്ചു തന്നെ നിൽക്കുവാനും, എത്രമാത്രം പ്രായം ചെന്നിട്ടുണ്ട് എങ്കിലും ഒരു റിട്ടയർഡ് പോലീസ് മിലിറ്ററി ഉദ്യോഗസ്ഥനാണ്, മനസ്സ് വളരെ കടുകട്ടിയായിട്ടുള്ള ആളാണ്, അതുപോലെയുള്ള ശീലങ്ങളുള്ള ആളാണ്. അങ്ങനെയുള്ള ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പാലിയേറ്റീവിന്റെ പ്രവർത്തകന്മാർ കടന്നു ചെല്ലുന്നു. ഉണ്ടായ സംഭവങ്ങളാണ്. പാലിയേറ്റീവിന്റെ ഭാര്യ രോഗിയായി കിടക്കുകയാണ്, പതിറ്റാണ്ടുകളായി രോഗിയായി കിടക്കുകയാണ്. ആ ഭാര്യയെ ഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്, കുളിപ്പിക്കേണ്ടതുണ്ട്, പലതും ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് പാലിയേറ്റീവ് പ്രവർത്തകന്മാർ വരുന്നത്. അവരെയും പ്രതീക്ഷിച്ചു നിൽക്കുകയാണ് ഈ കട്ടിയുള്ള മനസ്സിന്റെ ഉടമയായ ആ പട്ടാളക്കാരൻ. അവൻ വരുന്ന സമയത്ത് ഈ ആളുകൾ വരുമ്പോ വളരെ വിനയാന്വിതരായെന്ന രൂപത്തിൽ നിങ്ങളെയും കാത്തു നിൽക്കുകയായിരുന്നു ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ സ്വാഗതം ചെയ്യുകയും അവരോട് സംസാരിക്കുകയും ചെയ്യും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവളുടെ ജീവൻ നിലനിർത്തണം, അവളില്ലെങ്കിൽ ഞാനില്ല എന്നാണ് അയാൾ പറയുന്നത്. അവളില്ലെങ്കിൽ ഞാനില്ല, പതിറ്റാണ്ടുകളായി രോഗശയ്യയിൽ കിടക്കുകയാണ്, എന്നിട്ട് കൂടി അവളില്ലെങ്കിൽ ഞാനില്ല, അതുകൊണ്ട് നിങ്ങൾ കൃത്യമായി വരണമെന്ന്. നോക്കൂ, നിങ്ങൾ ഭൗതികമായി, ശാരീരികമായി, വൈകാരികമായി യാതൊന്നും പ്രതീക്ഷിക്കുന്നില്ല, എങ്കിലും എനിക്ക് എൻ്റെ ഭാര്യ ജീവിച്ചിരിക്കണം, എൻ്റെ കൂടെ അവിടെ ഉണ്ടാകണം എന്നതാണ് ആ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഉണ്ടായ മറ്റൊരു സംഭവമാണ് നമ്മുടെ ഒരു മുൻകാല പ്രമുഖ പണ്ഡിത തൗഹീദി പ്രസ്ഥാനത്തിന്റെ നേതാവായ ഒരാളുടെ മകൻ. അദ്ദേഹം ഒരു എഞ്ചിനീയർ ആയിരുന്നു. എഞ്ചിനീയർ ആയിക്കൊണ്ടിരിക്കെ അദ്ദേഹത്തിന് ഷുഗർ അധികമായി, കിഡ്നി പേഷ്യന്റായി ഡയാലിസിസ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് വന്നു. അതിനിടയ്ക്ക് 1-2 മക്കളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ മക്കളൊക്കെ ഉണ്ടായി, അവർ വളർന്നു, അവർ പല രൂപത്തിലുള്ള വിദ്യാഭ്യാസവും കോഴ്സുകളൊക്കെ കഴിഞ്ഞു. പക്ഷേ ഇദ്ദേഹത്തിന് കാഴ്ച നഷ്ടപ്പെട്ടു. ആഴ്ചയിൽ 1 വട്ടവും 2 വട്ടവും ഒക്കെ ഡയാലിസിസ് ചെയ്യേണ്ട അവസ്ഥ വന്നു. ഏകദേശം യുവത്വ പ്രായത്തിലുള്ള അദ്ദേഹത്തിന്റെ ഭാര്യ ആ ഭർത്താവിനെ ഡയാലിസിസിന് കൊണ്ടുപോകുവാൻ വേണ്ടി ഡ്രൈവിംഗ് പഠിച്ച് ആ സ്ത്രീ തന്നെ ഭർത്താവിനെ ഡയാലിസിസിന് വേണ്ടി കൊണ്ടുപോകും. അങ്ങനെ വർഷങ്ങളോളം നോക്കി അങ്ങനെ മരണമുണ്ടായി. അതിനിടയ്ക്ക് ദാമ്പത്യം എന്ന ആ അവസ്ഥയിൽ എന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത് അത് പൂർണ്ണമായി ആ സ്ത്രീക്ക് ലഭിച്ചിട്ടില്ല. അതിനുശേഷം അദ്ദേഹത്തിന്റെ മകൻ ഗൾഫ് നാട്ടിൽ ലക്ഷങ്ങൾ ശമ്പളമുള്ള ഒരു ജോലിയായിരുന്നു, അത് ഉപേക്ഷിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോന്നു. അത് നമ്മുടെ ഒരു പ്രസിദ്ധീകരണത്തിലൊക്കെ വന്നിരുന്നു. അദ്ദേഹത്തോട് ആളുകൾ ചോദിച്ചു, എന്താ ലക്ഷങ്ങൾ വരുമാനമുള്ള ശമ്പളമുള്ള ജോലി ഉപേക്ഷിച്ചുകൊണ്ട് നാട്ടിലേക്ക് വന്നത്? ആ മകൻ പറഞ്ഞ മറുപടി, ഞാൻ എൻ്റെ ഉമ്മാനെ നോക്കാൻ വന്നതാണ്, എന്റെ വാപ്പാനെ നോക്കിയത് ഉമ്മയാണ്. ആ രോഗാവസ്ഥയുടെ അവസാന ഘട്ടത്തിലും പതിറ്റാണ്ടുകളോളം എന്റെ വാപ്പാനെ പൊന്നുപോലെ നോക്കിയ ഉമ്മ, ആ ഉമ്മാനെ നോക്കാനാണ് ഞാൻ ലക്ഷങ്ങൾ എനിക്ക് വരുമാനമുള്ള ശമ്പളമുള്ള ജോലി ഉപേക്ഷിച്ച് വന്നത് എന്നാണ്. അപ്പൊ ദാമ്പത്യ ജീവിതത്തിൽ ആ സ്ത്രീ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. എൻ്റെ അയൽവാസി കൂടിയാണ്, ഇപ്പോഴും ഒരു പുനർവിവാഹം കഴിച്ചിട്ടില്ല. ആദ്യത്തെ ഭർത്താവിനോട് അത്രമാത്രം സ്നേഹമാണ്. അപ്പൊ ചരിത്രത്തിലും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലുമൊക്കെ ദാമ്പത്യം എന്നത് ഇത്രയും മാധുര്യത്തോടു കൂടി അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മളും അങ്ങനെയാകണം. കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് നമുക്ക് മവദ്ദത്തും റഹ്മത്തും ആ ദാമ്പത്യ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയണം. സ്നേഹമെന്ന് നമ്മൾ പറയാറുണ്ട്, ഇഷ്ടമെന്ന് പറയാറുണ്ട്. അതിന്റെ ഏറ്റവും മൂർധന്യമായി പറയാൻ പറ്റുന്ന പദമാണ് മവദ്ദത്ത് എന്ന് പറയുന്നത്. അതിനേക്കാൾ അപ്പുറം സ്നേഹത്തെ പ്രകടിപ്പിക്കുന്ന വേറൊരു പദം അറബിയിൽ പറയാനില്ല. അങ്ങനെയുള്ള മവദ്ദത്തും റഹ്മത്തും ദാമ്പത്യ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയണം. അതുകൊണ്ടാണ് മനഃശാസ്ത്രജ്ഞന്മാരായ ആളുകളും അതുപോലെ മതമേലധ്യക്ഷന്മാരും ഒക്കെ പലപ്പോഴും പറയാറുള്ളത്, നിങ്ങളുടെ മാതാപിതാക്കൾ അവർ എത്രമാത്രം പ്രായമുള്ളവരായിരുന്നാലും അവരെ നിങ്ങൾ അവരുടെ കിടപ്പറകൾ മാറ്റിക്കിടത്തരുത്. വാപ്പാക്കൊരു മുറി, ഉമ്മാക്കൊരു മുറി, അല്ലെങ്കിൽ വാപ്പ ഒരു മോന്റെ അടുത്ത്, ഉമ്മ വേറൊരു മോളെ അടുത്ത്, അങ്ങനെ ആക്കാൻ പാടില്ല.
എന്ന് പലരും പറയാറുണ്ട്. കാരണം ഈ പ്രായാധിക്യത്തിന്റെ അവശതയിലും അവർ ഒന്നായി തന്നെ കഴിയട്ടെ. നമ്മുടെ വീടുകളിലും ഏറ്റവും സൗകര്യമുള്ള റൂമുകൾ നമ്മുടെ മാതാപിതാക്കളുടേതാകണം. അവർ ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ ആ രൂപത്തിലുള്ള സൗകര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കണം. കാരണം അവർ അങ്ങനെയാണ് ആ രൂപത്തിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. അപ്പോ കുടുംബ ജീവിതത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് വിവാഹമാണ്. ആ വിവാഹം എന്നത് ജീവിതത്തിന്റെ അവസാനം വരെ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് ശ്വാസം നിലച്ച് വിട പറയുന്നത് വരെ നമുക്ക് സന്തോഷിക്കാനുള്ളതാണ്, ആനന്ദിക്കാനുള്ളതാണ്. അവിടെയായിരിക്കണം നമ്മുടെ സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും കേന്ദ്ര ബിന്ദു കുടികൊള്ളുന്നത്. പക്ഷെ അത് വെറുതെ യാന്ത്രികമായിട്ടുണ്ടാവില്ല. ഒരു അലാവുദ്ദീന്റെ അത്ഭുത വളക്കല്ല വിവാഹം എന്ന് പറയുന്നത്. പരസ്പരം വിട്ടുവീഴ്ചയും അതുപോലെ തന്നെയുള്ള സ്വഭാവ ഗുണങ്ങളും എല്ലാം ഉൾക്കൊള്ളണം. അതിനാൽ ഈ ഒരു ആശയം എല്ലാവരും വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവരാണ്. ഇതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ മധുരം നുകരേണ്ടത് എൻ്റെ ദാമ്പത്യ ജീവിതത്തിലാണ് എന്ന് തിരിച്ചറിയുകയും അത് അനുഭവിക്കാൻ പറ്റുന്ന വിധത്തിൽ നമ്മുടെ ദാമ്പത്യ ജീവിതത്തെ നാം പാകപ്പെടുത്തുകയും നമ്മുടെ മനസ്സിനെ ആ രൂപത്തിൽ നാം അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്കനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന വിധത്തിൽ സജ്ജീകരിക്കുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വലാത്തൻ തദൂമു ബിഹി ഇലാ യൗമിൽ ഹിസാബ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത് ഉസീകും ഇബാദല്ലാഹി വ നഫ്സി തഅനിൻ തഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളെയും ഉപദേശിക്കുകയാണ്. മധ്യവേനൽ അവധി കഴിയുന്ന സമയത്ത് മദ്രസകളും സ്കൂളുകളും എല്ലാം തുറക്കാൻ പോവുകയാണ്. നമുക്കിവിടെ നമ്മുടെ കമ്മിറ്റിയുടെ കീഴിൽ തന്നെ അൽ ഫിത്ര, അൽ ഫജ്ർ എന്ന രണ്ട് സ്ഥാപനങ്ങൾ, ഒന്ന് പ്രീ സ്കൂളാണ് അൽ ഫിത്ര, അൽ ഫജ്ർ എന്നത് മദ്രസയാണ്. ഇത് രണ്ടിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ കുട്ടികളെ ആ സ്ഥാപനത്തിൽ ആദ്യം തന്നെ അഡ്മിഷൻ എടുക്കാൻ നാം ശ്രമിക്കണം. മദ്രസ എന്നത് പലപ്പോഴും നമ്മൾ ഇന്ന് വംശനാശം സംഭവിക്കുന്ന ചില ജീവികളെ കുറിച്ചൊക്കെ പറയുന്നത് പോലെ മദ്രസ പ്രസ്ഥാനവും അതിൻ്റെ കാര്യങ്ങളുമെല്ലാം സമൂഹത്തിൽ നിന്ന് വംശനാശം സംഭവിച്ചു പോകുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. പല ആളുകളും ആ മദ്രസകളിൽ നിന്ന് ലഭിക്കുന്ന ശിക്ഷണങ്ങളാണ് പിന്നീട് അവരുടെ ജീവിതത്തിൽ ഓർത്തെടുക്കാനും നന്മകളിലൂടെ വഴി നടത്താനും അവർക്ക് പ്രേരണയാകുന്നത് എന്ന് പല അഭിമുഖങ്ങളിലും പറയുന്നത് നമുക്ക് കാണാവുന്നതാണ്. നമ്മുടെ MA യൂസുഫ് അലിയുടെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു അഭിമുഖം നമുക്ക് കാണാവുന്നതാണ്. അദ്ദേഹത്തോട് ആളുകൾ ചോദിച്ചു, ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന്റെ കീഴിൽ ജോലി ചെയ്യുന്നുണ്ട്, ഒരുപാട് കുടുംബങ്ങൾക്ക് തണലായി അദ്ദേഹം മാറുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയായിക്കൊണ്ട് പറയുന്നത്, തൊഴിൽ നൽകുന്ന സമയത്ത് അതിന്റെ ഫോർമാറ്റുകൾ, അതിന്റെ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് മാതാപിതാക്കൾ ഉണ്ടോ എന്നതൊക്കെ പ്രത്യേകം ചോദിക്കും. അവർക്ക് കാശ് അയച്ചു കൊടുക്കാറുണ്ടോ എന്നത് അന്വേഷിക്കുക മാത്രമല്ല പരിശോധിക്കുക പോലും ചെയ്യും എന്നാണ്. അതെന്താ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് മദ്രസയിൽ നിന്ന് കിട്ടിയിട്ടുള്ള പാഠങ്ങളാണത്. മാതാപിതാക്കളെ കുറിച്ച്, അവരെ നോക്കുന്നതിന്റെ പ്രത്യേകതകളെ കുറിച്ച് എനിക്ക് അവിടെ നിന്നേ ലഭിച്ചിട്ടുള്ള പാഠങ്ങളാണ് ഇന്നും ഈ ബിസിനസ് സാമ്രാജ്യം ലോകം മുഴുക്കെ വ്യാപിച്ചിട്ടും എൻ്റെ തൊഴിലാളികൾ മാതാപിതാക്കളെ നോക്കുന്നവരും ശ്രദ്ധിക്കുന്നവരും അവർക്ക് കാശയച്ചു കൊടുക്കുന്നവരുമാകണം എന്നത് മദ്രസയിൽ നിന്ന് ലഭിച്ചതാണ്. അതുപോലെ നമുക്കും അന്ന് നമ്മുടെ മദ്രസ കാലഘട്ടത്തെ കുറിച്ച് ഓർക്കുമ്പോൾ പലതും നമുക്ക് ഓർത്തെടുക്കാനുണ്ടാകും. അന്ന് നമ്മുടെ മനസ്സിലേക്ക് അത് പലപ്പോഴും അങ്ങോട്ട് ഇറങ്ങുന്ന സമയമല്ല, അത് മുദ്ര കുത്തുന്ന സമയമല്ല. പക്ഷേ ഇന്ന് ഓർത്തെടുത്തുകൊണ്ട് അന്ന് നടന്ന ഒരുപാട് സംഭവങ്ങൾ, അന്ന് കേട്ടത് പലതും അത് കൂടുതൽ പഠിക്കാനും അതുപോലെ ആ രംഗത്ത് മുന്നേറാനും നമുക്ക് പ്രചോദനമായി മാറാറുണ്ട്. മാത്രവുമല്ല, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ
സർക്കാരുകൾ തന്നെ പലപ്പോഴും മദ്രസകൾ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, അടച്ചുപൂട്ടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്റ്റേറ്റിൽ അത്തരത്തിലുള്ള ഒരു ഭീതിതമായ അവസ്ഥയൊന്നും നിലവിലില്ല. കാരണം എന്താ? അത് നമ്മുടെ മുസ്ലിം സമൂഹത്തിന്റെ ഒരു ഐക്യത്തിനും ഒരുമക്കും വിശ്വാസപരമായിട്ടുള്ള ഒരു ആവേശകരമായ മുന്നേറ്റത്തിനും കാരണമായി തീരുന്ന ഒരു ഇടമാണ് മദ്രസ എന്ന് പറയുന്നത്. നമ്മളിപ്പോ മദ്രസയിൽ പറഞ്ഞേക്കാണെങ്കിൽ തന്നെ പലപ്പോഴും എൻ്റെ കുട്ടിക്ക് അരമണിക്കൂർ വരുമ്പോൾ ആ സ്കൂളിലേക്കുള്ള സ്കൂൾ ബസ് വരുട്ടോ, ഇവർക്ക് 3/4 മണിക്കൂർ കഴിയുമ്പോൾ ഈ ബസ് വരുട്ടോ എന്നൊക്കെ പറഞ്ഞ് പേരിന് മാത്രം, അത് വിശദീകരിക്കാനൊന്നുള്ള സമയമല്ല, പേരിന് മാത്രം മദ്രസയിൽ പോകുന്നുണ്ടോ, ഉണ്ട്, പറഞ്ഞയക്കുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടി മാത്രമുള്ള ഒരു കാര്യമായി തീർന്നിട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടതാണ്. ഏതായിരുന്നാലും അതൊക്കെയാണ് അവസാനം ഉണ്ടാവുക. മരിച്ചു പോകാൻ ഈ നശ്വരമായ, ക്ഷണികമായ, നൈമിഷികമായ ഈ ജീവിതത്തിൽ നിന്ന് നമ്മൾ പോയാൽ പിന്നീട് നമുക്ക് അവശേഷിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും, അവരുടെ പ്രാർത്ഥനകളായിരിക്കും, അവർ പ്രവർത്തിക്കുന്ന നന്മകളിൽ നിന്നുള്ള നമുക്ക് ലഭിക്കേണ്ട ഭാഗങ്ങളായിരിക്കും എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ആ പ്രീ സ്കൂളായിട്ടുള്ള ഇതിലും അതുപോലെ മദ്രസയിലും എല്ലാം തന്നെ കുട്ടികളെ ചേർക്കാൻ നാം ശ്രദ്ധിക്കുക. മതപഠന രംഗത്ത് കൂടുതൽ താല്പര്യമുള്ളവരാവുക. നമ്മുടെ കുടുംബമടക്കം എല്ലാവരും ആ മേഖലയിൽ മുന്നോട്ട് പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രൂപത്തിൽ ചിന്തിക്കുന്ന, ദീനിനെ കുറിച്ച് നല്ല രൂപത്തിൽ ആലോചിക്കുന്ന, അത് പ്രാവർത്തികമാക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം ഏറ്റവും സുന്ദരവും മാധുര്യം അനുഭവിക്കുന്നവരും ആക്കി തീർക്കണമേ തമ്പുരാനെ. മനസ്സ് പരസ്പരം പൊരുത്തപ്പെട്ട് ഇഷ്ടപ്പെട്ട് ജീവിതാന്ത്യം വരെ ഒന്നിച്ചു പോകുവാനുള്ള എല്ലാ തൗഫീഖും നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഞങ്ങളിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കെല്ലാവർക്കും നീ പുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കളും ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ അവർക്കും നീ പുറത്ത് മാപ്പാക്കി കൊടുക്കണമേ റഹ്മാനെ. രോഗബാധിതരായിട്ടുള്ള ആളുകൾക്ക് നീ ശമനം നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. മാനസികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അത്തരത്തിലുള്ള അവസ്ഥകളൊക്കെ നീ മാറ്റിക്കൊടുക്കണമേ തമ്പുരാനെ. അള്ളാഹുവെ, ബിസിനസ്സുകൾ, തൊഴിലുകൾ, ജോലികൾ, ഇതുപോലെയുള്ള എല്ലാ മേഖലകളിലും ബർക്കത്തും റഹ്മത്തും നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.